എന്താണെന്ന് വെച്ചാൽ എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ ലെസൺ 5 ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നത് ഫ്രഞ്ച് നോട്ടും പിന്നെ ഫെദർ സ്റ്റിച്ചും എന്ന് പറഞ്ഞ 2 സ്റ്റിച്ചേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ നീഡിൽ ത്രെഡൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ത്രെഡൊക്കെ കയറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു കയറ്റിയൊക്കെ സെറ്റാക്കിയ സംഭവം നീഡിൽ ഇതിൻ്റെ ഒരു വരയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാം, മുകളിലേക്ക് എടുക്കാം. ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നമ്മുടെ ലൈനിലേക്ക് ഇങ്ങനെ കുത്തി അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കുത്തി ഇറക്കാം. ദെൻ നമ്മുടെ ത്രെഡ് ആ നീഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത് നീഡിൽ വലിച്ചു കൊടുക്കാം കേട്ടോ. മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ നമുക്ക് അവിടെയും ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതേപോലെ നീഡിലെടുത്ത് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ആൻഡ് കുറച്ച് പാടാണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കൈ വെച്ചിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഇതേപോലെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് നീഡിൽ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് വീഡിയോ കാണുമ്പോഴേക്കും ഇത് ഭയങ്കര സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എടുത്ത് ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ ഇത്. പിന്നെ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ക്ഷമയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പാളിയൊക്കെ പോണത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നേരം ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങൾ ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും ഇതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ കാണാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇടണമെങ്കിൽ ഷോർട്സ് ഇടാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഷോർട്സ് ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ലോങ് വീഡിയോ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കുറേ ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇടയ്ക്ക് ഇതേപോലെയൊക്കെ വരും. നമ്മൾ ഇതേപോലെ അഴിച്ചെടുത്ത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമ്മുടെ ആ ഒരു ലൈനിന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ കയറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആ ത്രെഡ് ഇതേപോലെ വലിച്ചെടുക്കുക. നമുക്ക് വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ആ ഒരു ലൈനിൽ കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ത്രെഡ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു
ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ ബാക്കിലും കുറച്ച് ഭംഗിയായിരിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ നൂലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ നീഡിൽ നമ്മുടെ ത്രെഡൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കവിടെ ഫ്രഞ്ച് നോട്ടൊന്ന് എഴുതി കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ സ്പെല്ലിങ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇതിലാണ് എഴുതുന്നത്. ഇനി നമുക്ക് നോക്കാം. ത്രെഡിൽ ഇതേപോലെ സൂചിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കുത്താം. കുത്തി മുകളിലേക്ക് എടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചുറ്റാം. ഇങ്ങനെ പിടിക്കുക, ഒരു ചുറ്റാം. ഒന്ന് കണ്ടോ, എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് പിടിച്ചിട്ടില്ലേ, അത് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് ഒന്നാമത്തെ ചുറ്റിൻ്റെ ഫ്രഞ്ച് നോട്ടാണ്. ഫസ്റ്റ് ചുറ്റിന്നാണ് നമ്മളിതിന് പേരിട്ടേക്കുന്നത് കേട്ടോ. ഇങ്ങനെ 3 ചുറ്റലിൻ്റെ വരെ ഫ്രഞ്ച് നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിന് ഞാൻ ഇട്ടിട്ടുള്ള പേര് 1-ാം ചുറ്റിലാണ്. 2-ാം ചുറ്റിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ 1 നമ്മൾ ചെയ്തത്, ഒരു ചുറ്റാണ് ചെയ്തത്. ഇവിടെ 2 ചുറ്റ് ചെയ്ത് കൊടുക്കുക. 2 ചുറ്റിട്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുത്തി ഇറക്കുക. ഇതേപോലെ മറ്റേ കയ്യിലുള്ളത് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഇതേപോലെ വലിച്ചെടുക്കുക. ഇതിൻ്റെ പേര് 2-ാമത്തെ ചുറ്റിൽ നിന്നാണ്. അപ്പം ഞാൻ 2 ചുറ്റിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നീഡിൽ പൊന്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 ചുറ്റാണ് ചുറ്റിയത്. ഇനി നമുക്കിവിടെ 3 ചുറ്റ് ചുറ്റാം. 1, 2, 3 ചുറ്റ് ചുറ്റി തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഈ ഇടത് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു നീഡിലുണ്ടല്ലോ, പിടിച്ചിട്ടുള്ള നീഡിലല്ല ത്രെഡ് വലിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയിൽ ഒരു റോസ് പൂ പോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. 3 ചുറ്റെന്ന് എഴുതി കൊടുത്തു. ഇതാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന 3 സംഭവങ്ങൾ. ഇനി അപ്പോൾ ചിലർക്കുള്ള ചോദ്യങ്ങളാണ്, 4 ചുറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് നോട്ട് ആവുമോ എന്നുള്ളത്. 4 ചുറ്റ് ഫ്രഞ്ച് നോട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 4 ചുറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ 4 ചുറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നീഡിൽ മുകളിലേക്ക് എടുത്തു. 4 ചുറ്റി 1, 2, 3, 4 ചുറ്റി ഇതേപോലെ തൊട്ടടുത്ത് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, രസമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ ഒരു പുഴുവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലേ, രസമുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ഒരു കെട്ടേ കെട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ 2 എണ്ണം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫെദർ സ്റ്റിച്ചും പഠിച്ചു, ഫ്രഞ്ച് നോട്ടും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ലെസൺ 6 തൊട്ട് നമ്മൾ ഓരോ ഡിസൈൻസ് ആയിരിക്കും കേട്ടോ പഠിക്കുക. നമ്മൾ പൂക്കളിൽ നിന്ന് തുടങ്ങി പൂമ്പാറ്റ, അതിലൊക്കെ അങ്ങനെ കുറേ ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. എല്ലാം അതും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.